ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു? നന്നായിട്ടുണ്ട്. ഞങ്ങൾ അതിലേക്ക് എത്തുന്നേ ഉള്ളൂ. ഭയങ്കര ത്രില്ല. ഇവന്റെ ഡോർ കടന്നപ്പോഴേ ഇന്നായിരുന്നു. രണ്ടക്ഷരം പോയാൽ ഒന്നാകുന്ന ഇംഗ്ലീഷ് വാക്ക്. രണ്ടക്ഷരം പോയാൽ ഒന്നാകുന്ന ഇംഗ്ലീഷ് വാക്ക്. ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇതിന്റെ ക്ലൂ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ ശരീരത്തോട് ചേർന്ന് രണ്ടക്ഷരം പോയാൽ ഒന്നാവുന്ന ഇംഗ്ലീഷ് വാക്ക്. രണ്ടക്ഷരം പോയാൽ ഒന്നാവുന്ന ഒരു ഇംഗ്ലീഷ് വാക്ക്. നമ്മുടെ ശരീരത്തോട് ചേർന്നിരിക്കുന്ന, നമ്മൾക്ക് ഇതില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. രാത്രി മാത്രം നമ്മൾ മാറ്റി വെക്കുന്ന, ഐ മീൻ ഉറങ്ങുമ്പോ മാത്രം. ഉറങ്ങുമ്പോ എപ്പോഴും മാറ്റി വെക്കണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോ രണ്ടക്ഷരം മാറ്റി വെച്ചാൽ ഒന്നാവുന്ന ഇംഗ്ലീഷ് വാക്ക്. പറഞ്ഞോ. ഫോൺ. അടിച്ചിട്ടാണ് പറയേണ്ടത്. അടിക്കാതെ പറഞ്ഞ അസാധുവല്ലേ? അടിച്ചല്ലോ. അതായത് രാത്രി മാത്രം മാറ്റി വെക്കുന്നതെന്ന് പറഞ്ഞപ്പോഴാണ്. ഫോണിന്റെ pH മാറ്റി കളഞ്ഞാൽ വണ്ണാകുമല്ലോ. ഒന്നാകുമല്ലോ. ഒന്ന് എങ്ങനെയുണ്ട്? ഒരുപാട് അങ്ങനൊന്നും ചിന്തിച്ചില്ല. ഓക്കെ, ഇത് കുറച്ച് ചിന്തിക്കേണ്ട കുറച്ച് ലോങ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കുറച്ച് ലോങ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് കേൾക്കണേ. ഇത് എപ്പോഴും നമ്മുടെ അടിയിലായിരിക്കും. ആദ്യത്തെ അക്ഷരം മാറ്റിയാൽ നമ്മുടെ മുകളിലാകും. ആദ്യത്തെ രണ്ടക്ഷരം മാറ്റിയാൽ നമ്മുടെ ചുറ്റുമാകും. എന്താണിത്? മറന്നുപോയുള്ളൂ. അല്ല, ഒന്ന് മൈൻഡ് മാറിപ്പോയതാണ്. അത് ഓക്കെയാണ്. നമ്മുടെ അടിയിലായിരിക്കും. ആദ്യത്തെ രണ്ടക്ഷരം മാറ്റിയാൽ നമ്മുടെ മുകളിലാകും. ആദ്യത്തെ രണ്ടക്ഷരം മാറ്റിയാൽ നമ്മുടെ ചുറ്റുമാകും. ഒരു വസ്തുവാണ്. ആദ്യം താഴെയായിരിക്കും. ആദ്യത്തെ രണ്ടക്ഷരം മാറ്റിയാൽ മുകളിലായിരിക്കും. ആദ്യത്തെ അക്ഷരം മാറ്റിയാൽ നമുക്ക് ചുറ്റുമായിരിക്കും. അക്ഷരം മാറ്റിയാൽ അല്ല, എയറുണ്ടല്ലോ, എയറൊക്കെ ചുറ്റും ഉണ്ടല്ലോ. നിങ്ങൾ ആ ചിന്തയിൽ നിന്നൊക്കെ മാറും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങളെ അല്ല. അത് അവരോട് പറയൂ. സാധനങ്ങളായിട്ട് ഇതിലൊരു ബന്ധമില്ല. ഇതൊരു വസ്തുവാണ്. അല്ല, അതൊരു വസ്തു അല്ല. മതി ഞാൻ ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ ആ സാധനം വേണം. ആദ്യത്തെ അക്ഷരം മാറ്റിയാൽ മുകളിലായിരിക്കും. ഏത് സദസ്സിൽ പോയാലും ഇത് അത്യാവശ്യമാണ്. ഏത് സദസ്സിൽ പോയാലും നിങ്ങളെ വെൽക്കം ചെയ്ത് വെൽക്കം ചെയ്തതിന് ശേഷം ഒരു വലിയ ക്ലൂ പറയാം. നമുക്കിങ്ങനെ കൊറേ നേരം നിക്കുമ്പോ എന്താ തോന്നാ? കൊറേ നേരം നിക്കുമ്പോ എന്താ തോന്നാ? എല്ലാ ക്ലൂവിനാ അതായത് CH കളഞ്ഞാൽ എയർ ആവും ചുറ്റുമുള്ളത്, C കളഞ്ഞാൽ ഹെയർ ആവും. മുകളില്. ലോജിക് ഉണ്ട്. ഓക്കെ, ഇത് ഇത്തിരി ലോജിക് ഉള്ളതാണ്. എന്തായാലും പറയാൻ പറ്റും. ഷർഫുഖ ബുദ്ധി ഉപയോഗിച്ച് പറയേണ്ട ഒരു ഏരിയ. പുരുഷന്മാരുടെ മുടി പെട്ടെന്ന് നരയ്ക്കുന്നു, പക്ഷെ മീശ പെട്ടെന്ന് നരയ്ക്കുന്നില്ല. എന്താണ് കാരണം? പുരുഷന്മാർക്കാണല്ലോ മീശോള്. അല്ല അതല്ല, അങ്ങനെയല്ലല്ലേ? അതാ സാധു. അതാണല്ലോ സ്ത്രീകൾക്ക് മീശ ഉണ്ടോ? അല്ല, ഇത് പുരുഷന്മാരുടെ കാര്യം മാത്രം പറയണേ. പുരുഷന്മാരുടെ മുടി വേഗം നരയ്ക്കുന്നു, മീശ നരയ്ക്കുന്നില്ല. മീശ എന്തുകൊണ്ടാണ് അതിന്റെ കാരണം? കുറച്ച് ലോജിക് ഉണ്ട്. മീശ നരയ്ക്കുന്നില്ല. മുടിയാണ് അത് നരയ്ക്കുന്നത്, മീശ നരയ്ക്കുന്നില്ല. അതെന്തുകൊണ്ട്? ഏകദേശം ഒരു ഏരിയല്ല. സ്കിൻ കെയർ അല്ല, സ്കിന്നുമൊക്കെ ആയി ബന്ധപ്പെട്ട് അങ്ങനെ വരും. രാസപരിപ്രവർത്തനത്തിന്റെ ഒക്കെ ഒരു ഏരിയയിലേക്ക് വരും. രാസപ്രവർത്തനത്തിന്റെ രാസനാമങ്ങളൊക്കെ പറയേണ്ടി വരും. രാസനാമങ്ങളൊന്നും പറയേണ്ടി വരില്ല. ഒരു ക്ലൂ കൂടി തരൂ.
ടൈപ്പിങ് ഈ കാലം പോകുന്നോറും നമുക്ക് പ്രായമാവുമല്ലോ. മെലാലിൻ ഇല്ലല്ലോ. അത്രയൊന്നും ചിന്തിക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ അധികം ചിന്തിക്കണം. കാലം പോകുന്നോറും നമുക്ക് പ്രായമാവുമല്ലോ. അതെ. ഏതാണ് ആദ്യം ഉണ്ടാവുന്നതും ഒക്കെ ബന്ധപ്പെട്ട്. ഹെയർ ആദ്യം ഉണ്ടാവുന്നു, അത് കഴിഞ്ഞിട്ടാണ് മുടി. അതാണ് ഉത്തരം. സയന്റിഫിക്കലി പറയാണോ നിങ്ങള്? അല്ല, സയന്റിഫിക്കലി അല്ല, ഇതിനെ ലോജിക്ക് ഇതാ. കുറച്ച് ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ആവാന്ന് വിചാരിച്ചു. ഓക്കെ, ഞങ്ങളല്ലേ ജയിച്ചത്? അതെ, ഇവരാണ് ജയിച്ചത്. ഇത് കറക്റ്റ് അത് തന്നെയാണ് പുറത്തുപോയി പറയാലോ. അതെ, പുറത്തുപോയി പറയാം. ഓക്കെ, അടുത്തത്. ആടുകയും പാടുകയും ചെയ്യുന്ന മരണമില്ലാത്തൊരു ജീവി. ജീവി പ്രകാശം. ആര്? ഏകദേശം ആ ഒരു ഏരിയയില. ചിരഞ്ജീവി. Yes! ചിരഞ്ജീവി. ഇവരാണെന്ന് പറഞ്ഞു. ഓക്കെ, അടുത്തത് സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒരു വർഷം അതുകൊണ്ട് ആൻസർ കിട്ടിയത്. എന്നാ ഒരു ചോദിക്കാം, ശരിക്കും മരിക്കാത്ത ജീവി. നിങ്ങക്ക് ബെല്ലടിക്കാൻ ഉത്തരം പറ. ബെല്ലടിക്കാൻ ഉത്തരം പറ. ഞങ്ങൾക്ക് ചോദിക്കാനല്ലേ അല്ല, എന്ന് വെച്ചാൽ മരിക്കാത്തൊരു ജീവി ഉണ്ട്. ഫോസില. വാച്ചിന്റെ ജെല്ലി ഫിഷ്. അതെ, ഇതുപോലെ ഒരു ജനറൽ നോളജ് കിട്ടിയില്ലേ? ആർക്കും അറിയില്ല, ഇവിടെയുള്ള ആർക്കും അറിയില്ലായിരുന്നു. അതൊരു ഗംഭീര സാധനം. അല്ല, നിങ്ങളുടെ ചോദ്യത്തിന് ഒരുപാട് അനിമൽ പ്ലാനറ്റ് കാണായിരുന്നു ചെറുപ്പത്തില്. അനിമൽ പ്ലാനറ്റ് കാണായിരുന്നു ചെറുപ്പത്തില്. പിന്നെ സ്കൂളിലൊക്കെ പഠിച്ചത്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ. ഒരു വർഷം ഉറപ്പായും ഗ്യാരണ്ടി നൽകുന്ന ഒരു സാധനം. ഒരു വർഷം ഉറപ്പായും ഗ്യാരണ്ടി നൽകുന്ന ഒരു സാധനം. ഇത് ഗ്യാരണ്ടീഡ് ആണ്. വയസ്സാണോ? അതിങ്ങനെ ഒരു വർഷം മാത്രം ഒരു വർഷം മാറത്തില്ല. ഒരു വർഷം കറക്റ്റ് ഗ്യാരണ്ടി. ഒരു വർഷം കറക്റ്റ് ഗ്യാരണ്ടി. ഇതെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ വേറെ ഒരു ടീമാണ്. ഒരു വർഷം എല്ലാ വീടുകളിലും ഉണ്ടാവും. എല്ലാ വീടുകളിലും കാണും. എല്ലാ വീടുകളിലും കുസൃതി ലോജിക്കുണ്ട്, ചെറിയ ലോജിക്. ഇതുവരെയുള്ള ചോദ്യങ്ങൾ അനുസരിച്ച് എന്ത് തോന്നണം? കുസൃതിക്ക് മേലെ വേറെ മിക്സ്ഡാ? അല്ല, മിക്സ്ഡ് അല്ല, ഇത് ലോജിക്കൽ ആണല്ലേ. ഒരു വർഷത്തിന് മേലെ എന്തായാലും ഗ്യാരണ്ടി ഉണ്ടാവും. അല്ല, ഒരു വർഷം കറക്റ്റ് ഒരു വർഷം കിട്ടുള്ളൂ. അത് കിട്ടില്ല. അത് കഴിഞ്ഞാൽ പിന്നെ അത് കൊണ്ടൊരു ഉപകാരമില്ല. കലണ്ടർ. ഇനി ഞങ്ങള് കുറച്ചുകൂടി നിങ്ങൾക്ക് പറ്റുന്ന എനിക്ക് കോസ്റ്റ്യൂം വാട്സപ്പിൽ അയച്ചത്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി എൻഗേജിങ് ആവുന്ന രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടക്കാം. അതിനു മുമ്പ് ടെസ്ലിന്റെ എന്റെ സംഗീത ടീമിന് കൈയടി